ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു സിസിസ് വേൾഡ്. എല്ലാവർക്കും സുഖമാണെന്ന് പ്രതീക്ഷിക്കുന്നു. ഇത്രയും നാൾ നമ്മുടെ ചാനലിൽ ആർട്ട് വർക്കും ബോട്ടിൽ വർക്കും മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ഇന്ന് നമുക്കതൊന്ന് മാറ്റിപ്പിടിച്ചാലോ? ഇന്ന് ഞാനൊരു കുക്കിംഗ് റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. പാഷൻ ഫ്രൂട്ട് കൊണ്ടുള്ളൊരു സിമ്പിൾ പുളിഞ്ചി റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോ. ഇതിലേക്ക് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു 6 പാഷൻ ഫ്രൂട്ടാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അതിലേക്ക് വേണ്ടുന്ന ശർക്കര 4 എണ്ണം. അത് നിങ്ങൾക്ക് മധുരത്തിനനുസരിച്ച് കൂട്ടിയോ കുറച്ചോ എടുക്കാം. പിന്നീട് 3 മുളക്, 7 8 ചെറിയ ഉള്ളി, 4 5 വെളുത്തുള്ളി, ഒരു ചെറിയ ഇഞ്ചിയുടെ കഷ്ണം, അതുപോലെ തന്നെ 2 കറിവേപ്പിയുടെ ഇതാണ് ഇതിനായിട്ട് ആവശ്യമുള്ളത്. ഇനി നമുക്ക് ഈ പാഷൻ ഫ്രൂട്ടിൻ്റെ പൾപ്പ് എടുത്തിട്ട് അത് മിക്സിയിലൊന്ന് ജസ്റ്റ് അടിക്കുക. എന്നിട്ട് അത് അരിപ്പയിൽ അരച്ചെടുക്കുക. നമുക്കിതിൽ അതിൻ്റെ ജ്യൂസ് മാത്രമാണ് ആവശ്യമുള്ളത്. ഇനി നമുക്ക് നേരത്തെ നമ്മൾ എടുത്ത് വെച്ച ഇൻഗ്രീഡിയൻസ്, ഈ പച്ചമുളക്, ഉള്ളി എന്നിവ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം. ഇനി ചൂടായ ഒരു പാനിലേക്ക് 1 ടീസ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇത് നല്ലവണ്ണം ചൂടായതിനു ശേഷം കടുക് ഇട്ട് കൊടുക്കുക. കടുക് പൊട്ടിയതിന് ശേഷം കറിവേപ്പിലയും ഇട്ട് കൊടുക്കുക. ഇതിലോട്ടിനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച പാഷൻ ഫ്രൂട്ടിൻ്റെ ജ്യൂസ് ഒഴിച്ചു കൊടുക്കുക. അതിലോട്ട് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ച മുളക്, ചെറിയുള്ളി, വെളുത്തുള്ളി, ഇഞ്ചി എന്നിവ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് നല്ലവണ്ണം തിളച്ചതിന് ശേഷം നമുക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും അതിനനുസരിച്ചുള്ള മുളക് നമുക്ക് എരിവ് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ചുള്ള മുളക് എടുത്ത് കൊടുക്കുക. എന്നിട്ട് ഒന്നുകൂടെ നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് ശർക്കര ആഡ് ചെയ്ത് കൊടുക്കാം. ശർക്കര കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ഉരുക്കിയെടുക്കാം. നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് എത്രയാണോ മധുരം ആവശ്യം അതിനനുസരിച്ചുള്ള ശർക്കര ഉരുക്കിയെടുക്കാം. എന്നിട്ട് അതും കൂടി ആഡ് ചെയ്തിട്ട് നല്ലവണ്ണം മിക്സ് ചെയ്യാം. ഇതൊന്ന് നന്നായിട്ട് കുറുകി കഴിഞ്ഞാൽ നമ്മളുണ്ടാക്കിയ പുളിയിഞ്ചി റെഡിയായി. അപ്പോൾ ഇതാണ് നമ്മളുണ്ടാക്കിയ പാഷൻ ഫ്രൂട്ട് കൊണ്ടുള്ള പുളിയിഞ്ചി. സാധാരണയായിട്ട് നമ്മൾ പാഷൻ ഫ്രൂട്ട് ജ്യൂസ് അടിച്ചിട്ടോ അല്ലെങ്കിൽ ഫ്രൂട്ടിൽ തന്നെ പഞ്ചസാര ഇട്ടിട്ടോ ഒക്കെയാണ് കഴിക്കൽ. ഇത് നമ്മൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. ഇവിടെ ഒരു ഫംഗ്ഷൻ വന്നപ്പോൾ ഉണ്ടാക്കി നോക്കിയിരുന്നു. അപ്പോൾ എല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞു, ടേസ്റ്റ് ഉണ്ടെന്നും പറഞ്ഞപ്പോൾ നമ്മളിതൊന്ന് ചാനലിൽ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇതിന് മുന്നേ ആരെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടോ, ചാനലിലുണ്ടോ എന്നൊന്നും അറിയില്ല. എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. സിമ്പിളാണ്, നല്ലൊരു ടേസ്റ്റുള്ള ഒരു റെസിപ്പിയുമാണ്. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കോൺ അമർത്തുക.